മോമൽക്കാരുടെ ചായ്പ ഒഴിവാണ്. മൂപ്പരിക്കും വീടരിക്കും വയസ്സായി. മക്കളൊക്കെ ദുബായിലാണ്. ഒരു ചെറിയ വാടകയ്ക്ക് അത് തരാക്കാന്നാണ് ഞമ്മക്ക് തോന്നുന്നത്. എങ്കിൽ വലിയ ഉപകാരമായി. അത് നമ്മ അന്വേഷിച്ചിട്ട് പറയാം. അതേ വന്നല്ല ഞമ്മടെ മൊഞ്ചത്തിക്കുട്ടി. തങ്കപ്പ, ഇതാണ് ഞമ്മടെ പുന്നാര പെങ്ങൾ. മോളെ, ഇത് ഇക്കാന്റെ ഒരു കൂട്ടുകാർ. ഒരു ജോലി അന്വേഷിച്ച് വന്നതാ. തങ്കപ്പ, ഞമ്മടെ പെങ്ങളെ കാണാൻ ഒരു കുട്ടിയാളെ ചന്തൊക്കെ ഇല്ലേ? നല്ല ഒരു പുതിയാപ്പിളിനെ കാത്തിരിക്കണം. നിങ്ങൾ വെറുക്കിന് ഓരോന്ന് പറയണ്ടേ, ഉണ്ടാണ്ടിരുന്നോളി. നീ ഇങ്ങനെ ഗർവിച്ചോണ്ടേ പോയി 2 കട്ടം കൊണ്ടുപോവാ. ഇവിടെ ആരും ഇല്ലേ? എന്താ? ഭാര്യയില്ലേ? ഇല്ല. അവരുണ്ടായിരുന്നെങ്കിൽ എനിക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കാമായിരുന്നു. ഞാനിവിടുത്തെ ഗ്രാമസേവികയാണ്. നോക്കൂ, അവിടെ എത്രയേറെ സ്ഥലം വെറുതെ കിടക്കുന്നു. ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് വളരെയേറെ ചിലവ് കുറയ്ക്കാമല്ലോ. മാത്രമല്ല, ഒരു സംതൃപ്ത കുടുംബം എന്താണെന്ന് ഞങ്ങളുടെ ഈ ലഘുലേഖകളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എത്ര കുട്ടികളുണ്ട്? കുട്ടികൾ ഇല്ല. ഓ, ഐ സീ. ഏതായാലും നിങ്ങളുടെ ഭാര്യ വന്നതിന് ശേഷം ഞാൻ വിശദമായി പറഞ്ഞു കൊടുത്തോളാം. അവരെപ്പോഴാണ് വരിക? എപ്പോഴാണെന്ന് അറിയില്ല. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഐ എം സോറി, ഞാൻ ഇറങ്ങുന്നു. അച്ഛാ, ചായ. ചായ? എന്റെ ബാഗിലുണ്ടായിരുന്ന 2 ഉറുപ്പിക വേണ്ട അച്ഛാ? ഞാൻ നിന്റെ ബാഗേ കണ്ടിട്ടില്ല. രാജു എവിടെ? പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അശ്രീകരം പിടിച്ചത്. രാവിലെ ബസ്സിന് പോകാൻ വെച്ചിരുന്ന പണമാണ്. 5 മൈൽ നടന്ന് ഞാൻ എങ്ങനെ ജോലി സ്ഥലത്തോട്ട് പോകും? പോകണ്ടെന്ന് വെച്ചാ പോലെ മോളെ. പിന്നെ അച്ഛനും മോനും വായു ഭക്ഷിച്ചോണ്ടിരിക്കുവോ? നാണമില്ലല്ലോ അച്ഛാ. അച്ഛനൊന്നും ചെയ്യുന്നില്ല. അവനെങ്കിലും ഒന്ന് നേരെയാക്കാൻ ശ്രമിച്ചൂടെ? അത് ഞാനെന്താ ചെയ്യാ? അവന് ജോലി കിട്ടാനിട്ടല്ലേ. DA വരെ പഠിപ്പിച്ച വിഷമം എനിക്കല്ലേ അറിയാവൂ. വിപ്ലവം പ്രസംഗിച്ച് നടക്കുന്നു. നീ അത്രയ്ക്കൊന്നും പറയണ്ട. അവൻ ആ സുധാകരൻ മുതലാളി ജോലി കൊടുക്കാമെന്ന് ഏറ്റതല്ലേ അല്ലേ? നീ ഒന്ന് ചെന്ന് പറയാൻ അവൻ എത്ര പ്രാവശ്യം നിന്നോട് കെഞ്ചി. എന്നിട്ട് ഇനി എന്റെ ശരീരം കൂടി വിറ്റിട്ട് വേണം അച്ഛന് ചാരായം കുടിക്കാനും മോന് ജോലി കിട്ടാനും. മാനം കെട്ടി ജീവിതം കഴിക്കുന്നതിനേക്കാൾ ഭേദം തൂങ്ങി മരിക്കുന്നതാണ് അച്ഛാ. ജാനകിക്കുട്ടി, ഒരു 200 കൂടി ഇങ്ങോട്ട് ഒഴിച്ച് 100. കാശ് വയ്ക്കേണ്ട നായരെ, എന്നിട്ട് വലിച്ചു കയറ്റിയാ മതി. അത് എന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ലേ ജാനകിക്കുട്ടി. ഞാൻ ഇന്ന് വരെ നിന്നോട് കട പറഞ്ഞിട്ടുണ്ടോ? കേട്ടോ, ഈ ജാനകിക്കുട്ടിക്ക് എന്നെ വിശ്വാസമില്ല. നോ ഡൗട്ട്. ഞാൻ ഇന്ന് വരെ കടം കുടിച്ചിട്ടുണ്ടോ? താൻ പറ, കുടിച്ചിട്ടുണ്ടോ? അത് കാര്യ. കയ്യിലെ കാശ് തീർന്നാല് നായരച്ചൻ ചാരായത്തിന്റെ മണമുള്ള ഗ്ലാസ്സിലെ വെള്ളം ഒഴിച്ചു കുടിക്കാറുള്ളൂ. എന്നാലും ജാനകിക്കുട്ടിയെ എന്നോട് വേണ്ടായിരുന്നു. ഒരു തമാശക്ക് പറഞ്ഞതല്ലേ എന്റെ നായരെ, അല്ലെങ്കിൽ എനിക്ക് ആളെ അറിയാതെയാണോ? ജാനകിക്കുട്ടി, എന്റെ വകയായി കേശവനെ ഒരു 200 കൂടി കൊടുക്കണം. കേശവൻ ഈസ് മൈ ഫ്രണ്ട്. ആരോടെ ഇംഗ്ലീഷ് പറയുന്നത് ഒരു ഗുണമില്ല. ഓസി കുടിച്ച് പഴക്കമില്ലാതെ കള്ളായാലും അമൃതായാലും അധ്വാനിച്ച കാശോണ്ടെ കേശു. അത് എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ലേ. എന്നാലും കേശവണ്ണ, എന്നോട് ഇത് വേണ്ടായിരുന്നു. ദാറ്റ് ഈസ് നോട്ട് മൈ. ജാനകി, ഒരു 200 നായർക്കും 200 എനിക്ക് കാശ് ഞാൻ തരാം. എന്താ നായരെ, ഇപ്പൊ സ്നേഹം തോന്നുന്നു?
ആ ഇനി ആ കണ്ണീരൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് ചിരിക്കാനായി. എന്നാലും കേശവൻ സ്നേഹമുള്ളതാണ്. കേശവൻ ഈസ് ലവ് മൈ. ഇന്നത്തെ ജോലി കഴിഞ്ഞു? ഇപ്പൊ കുടിയിത്തിരി കൂടുതലാവുന്നുണ്ട്. ദേഹത്തിന് നല്ലതല്ല കേട്ടോ. ഇത് സിഗരറ്റ് കമ്പനിക്കാരുടെ പരസ്യം പോലെയാണല്ലോ. ചാരായം കുടിക്കാൻ ഒഴിച്ചു കൊടുക്കുക, കുടിച്ചു കഴിഞ്ഞിട്ട് അത് തടിക്കുന്നല്ല എന്ന് ഉപദേശിക്കും. വിഷമം ഉള്ളതുകൊണ്ട് പറഞ്ഞതാ. അങ്ങനെ വിഷമിക്കണ്ട, ഉപദേശിക്കുകയും വേണ്ട. എനിക്ക് എന്തൊക്കെയാണ് ആവശ്യമെന്ന് എനിക്കറിയാം. നീ പറഞ്ഞു ചെയ്താൽ മതി. ഒഴിക്കേ. കലോളം നല്ലൊരു വസ്തു ഭൂലോകത്തില്ലടാ മോനെ. എല്ലോളം പള്ളയിൽ ചെന്നാൽ തലയും തല്ലാൻ തോന്നും. ഞാൻ എനിക്കൊന്നുമില്ല, അത് മനസ്സിലിരിക്കട്ടെ. ഒന്ന് നിൽക്കണേ, ഞാൻ വളരെ ദിവസങ്ങളായി ഒറ്റയ്ക്കൊന്ന് കാണണമെന്ന് വിചാരിക്കുന്നു. എന്തിനാ? അല്ല, ഇത് ആട്ടിൻകുട്ടിയാണോ? അല്ല, പൂച്ചക്കുട്ടിയാ. സുബേദയുടെ ആട്ടിൻകുട്ടിയുടെ മുഖം ഒരുപോലെ ആയിരിക്കുന്നേ. നിഷ്കളങ്കത. പോടുതന്റെ പാട്ടിന്. ചേടാ, ഇവിടെ സ്റ്റെപ്പ് തെറ്റിപ്പോയല്ലോ. വരണം, വെള്ളം വേണമെന്നുള്ളവരൊക്കെ വരണം. ആരുമില്ലേ? ആരുമില്ലേ? വരണം, വരണമാ. കാലെടുക്കണം. മനസ്സില്ലെങ്കിലോ? ഞാനിവിടെ കുഴപ്പത്തിനും കച്ചറയ്ക്കൊന്നും വന്നതല്ല, ജോലി ചെയ്ത് ജീവിക്കാൻ വന്നതാണ്. ദയവായി കാലെടുക്കും. ഇവിടെ വരാൻ തന്നോടാര് പറഞ്ഞു? തുക്രി സാഹിബിന്റെ അടുത്ത് നിന്ന് അനുമതി വാങ്ങിയിട്ട് വരണമെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞതേയില്ല. കളിയൊക്കെയാണോടാ? വേറെ എത്ര നല്ല ജോലി കിടക്കുന്നു. ഇവിടെ പതിവായിട്ട് വെള്ളം കൊടുക്കുന്ന ഞമ്മളാ. ഞമ്മന്റെ കഞ്ഞിയിൽ പൂഴിവാരിടം നിന്നാലേ ഞമ്മൾ വിടൂല, ആരായാലും ശരി. എന്നാൽ ഇവരോടെല്ലാം താങ്കളുടെ പേര് എഴുതി നെറ്റിയിലൊട്ടിക്കാൻ പറ. എന്നാ പിന്നെ ഞാൻ വരില്ല. തരിപ്പിത്ര കൂടുതലല്ലേടാ. കളിക്കുന്നത് ഖാദറിനോടാന്ന് ഓർമ്മിച്ചോ. ഇനി ഈ വഴിക്ക് വെള്ളം കൊണ്ടുവന്നാലേ ഖാദറിന്റെ സ്വഭാവം മാറും. അപ്പോ താൻ ചത്ത ഇവിടെ ആരും വെള്ളം കുടിക്കണ്ടേ? നമുക്ക് നമ്മൾ മയ്യത്താവാൻ ഞങ്ങൾക്ക് തിടുക്കമല്ലേ? അന്ന് നമ്മൾ വെറുതെ വിടൂല. വെള്ളം വെറുതെ കളയണ്ട, ആവശ്യമുള്ളവർക്ക് പിടിച്ചെടുക്കാം. നിങ്ങൾ ആരും എനിക്ക് കാശ് തരണ്ട. ഈ ക്ഷാമകാലത്ത് വെള്ളം വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞത്. തകർക്കാൻ നിങ്ങൾ എന്റെ വെള്ളത്തിന്റെ ടാപ്പ് തുറന്നതുപോലെ ഞാൻ നിങ്ങളുടെ ചോരയുടെ ടാപ്പും തുറന്നു നോക്കട്ടെ. എന്റെ മയ്യത്തെടുത്തിട്ട് തന്നെ കാര്യം.
അന്നെ ഞാൻ കൊല്ലാൻ വിടൂല. നോക്കിക്കോ, നിന്റെ മൂത്താപ്പ വിചാരിച്ചാൽ സാധിക്കില്ലടാ. എന്താ ഇത്? നാട്ടുകാർക്ക് ഉപകാരം ചെയ്യേണ്ട നിങ്ങളിങ്ങനെ കീരിപ്പാമ്പ് പോലെ കഴിഞ്ഞാൽ കഷ്ടപ്പെടുന്നത് ഞങ്ങളല്ലേ? നിങ്ങളെ ഉപദ്രവിക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇയാളാണ് ഇവിടെ വെള്ളം തരുന്നതെന്നുള്ള കാര്യവും ഞാൻ അറിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ഇയാൾ തന്നെ തരട്ടെ. പക്ഷെ ഇയാളെ പേടിച്ചാണ് ഞാൻ ഇവിടുന്ന് പോകുന്നതെന്നുള്ള ധാരണ ഇയാൾക്ക് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും ചെയ്തത്. നീയും ഞാനും ഈ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ. നാട്ടുകാരുടെ പ്രശ്നമായതുകൊണ്ട് ഞാൻ മാറി നിൽക്കുന്നു. നാളെ നീ എന്റെ പ്രശ്നത്തിലാണ് ഇടപെടുന്നതെങ്കിൽ വാപ്പയോടും ഉമ്മയോടും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ട് വന്നാൽ മതി. പറഞ്ഞിട്ട് തന്നെ വരാം. ശരി, കാണാം. കാണാം.